ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നല്ല വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൂബിക്ക അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലൂബിക്കും ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല വായിൽ വെള്ളം മുറണം നല്ല അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലൂബിക്കയും ബീട്രൂട്ടും കൂടി ചെറുതായി അരിഞ്ഞ് വെച്ചു. ലൂബിക്ക രണ്ടായി പൊളിച്ചിട്ടുള്ളൂ കേട്ടോ. ബീട്രൂട്ടാണ് ചെറുതായി അരിഞ്ഞ് വെച്ചത്. പിന്നെ ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കുക. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അച്ചാറിനും ഒക്കെ ടേസ്റ്റിനും പിന്നെ പൂക്കാതെയൊക്കെ ഇരിക്കാനായിട്ട് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മളൊരു കഷ്ണം കായം ചേർത്ത്, എൻ്റെ കയ്യിൽ കായം പൊടിയില്ല, പൊടിയുള്ളവർക്കാണെങ്കിൽ ലാസ്റ്റ് കായം പൊടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാറാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം നമ്മൾ ഈ എണ്ണയിലിട്ട് മുരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് പൊട്ടിച്ചു. ആ കടുക് പൊട്ടിക്കഴിഞ്ഞുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാവരും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സിയിൽ പൊടിച്ച് എടുക്കണം കേട്ടോ. പൊടിച്ചെടുത്തിട്ട് അത് ഉലുവ, കായം പൊടിയും കടുകും കൂടി പൊടിച്ച പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് പിന്നെ മുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന്. ചിലർക്ക് കൂടുതൽ എരിവാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർത്താൽ മതി. അതും കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ഈ പൊടികളുടെ കൂടെ നമ്മൾ ഉപ്പിട്ട് വഴറ്റുമ്പോൾ ആ പൊടികളുടെ കുത്തൊന്നും ഉണ്ടാവില്ല, നമുക്ക് തുമ്മലും ചുമയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ആ പൊടികളൊക്കെ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ രണ്ടായി പിളർന്ന് വെച്ചിരിക്കുന്ന ലൂബിക്കയും ബീട്രൂട്ടും കൂടിയിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ലൂബിക്കാന്നാ പറയണേ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്ത് പേരാ പറയണേ? ചിലരൊക്കെ ലോലിക്കാന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലകളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വിനെഗറും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് ചൂടോടുകൂടി ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി ലൂബിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ.